മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് അമൃത പ്രകാശ്. കമലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അമൃത ഇപ്പോൾ താമസിക്കുന്നത് മുംബൈയിലാണ്. നോർത്ത് ഇന്ത്യക്കാരിയായ അമൃത കുറച്ചുകാലം കേരളത്തിൽ പഠനത്തിനായി താമസിച്ചിരുന്നു. മലയാളത്തിൽ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ബോളിവുഡിൽ നടി അഭിനയിക്കുന്നുണ്ട്. മഞ്ഞുപോലൊരു പെൺകുട്ടി റിലീസ് ചെയ്തത് 2004-ലാണ്. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം നടി ഒരു മലയാളം ഓൺലൈൻ ചാനലിന് അഭിമുഖം നൽകിയിരിക്കുകയാണ്. ബിഹൈൻഡ് വുഡ്സിന് അമൃത പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഹെൽത്തിയും ഫിറ്റുമായി ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. ജെനറ്റിക്സിനും വലിയൊരു പങ്കുണ്ട്. മലയാളം അറിയാം, കാരണം വളർന്നത് കേരളത്തിലാണ്. ജനിച്ചത് പക്ഷേ ഇവിടെയല്ല. കുട്ടിക്കാലത്ത് കേരളത്തിലെ സ്കൂളിൽ പഠിച്ചിരുന്നു. മലയാളം മനസ്സിലാകും, നന്നായി സംസാരിക്കാൻ അറിയില്ല. മഞ്ഞുപോലൊരു പെൺകുട്ടി ചെയ്ത ശേഷം തിരികെ ബോംബെയിലെത്തി ഇതുവരെയും അഭിനയത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു. അമൃത പറയുന്നു, ഹിന്ദി സിനിമകൾ, TV പരസ്യങ്ങൾ എല്ലാത്തിലും സജീവമാണ്. എന്നാൽ എന്തുകൊണ്ടോ മലയാളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. മഞ്ഞുപോലൊരു പെൺകുട്ടിക്ക് ശേഷം ധാരാളം ക്ഷണങ്ങൾ മലയാളത്തിൽ നിന്നുമുണ്ടായി. പക്ഷേ കുട്ടിയായിരുന്നതുകൊണ്ട് പഠനം പൂർത്തിയാക്കുന്നതിന് പ്രാധാന്യം നൽകി. +2-ലായിരുന്നപ്പോഴാണ് മഞ്ഞുപോലൊരു പെൺകുട്ടി ചെയ്യുന്നത്. പിന്നീട് പരീക്ഷയും തുടർ പഠനവുമായി തിരക്കിലായി. മലയാളികൾ എന്നെയും ഞാൻ അവരെയും മിസ് ചെയ്തു. കേരളത്തിൽ വെച്ച് തന്നെയാണ് കരിയർ തുടങ്ങിയത്. ഒരു ചെരുപ്പിന്റെ പരസ്യത്തിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത്. അപ്പോൾ പ്രായം 3.5 വയസ്സ്. അതും മലയാള പരസ്യം. കൂടാതെ പോപ്പിക്കുടയുടെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നീട് ബോംബെയിൽ 5 വർഷത്തോളം കിഡ്സ് ഷോയുടെ അവതാരകയായും കൂടാതെ സ്റ്റാർ പ്ലസിൽ ഇന്ത്യയിലെ ആദ്യത്തെ റിയാലിറ്റി ഷോയുടെ അവതാരകയാകാനുമുള്ള അവസരം തനിക്ക് കിട്ടിയെന്നും അമൃത പറയുന്നു. മറ്റെല്ലാ ഇൻഡസ്ട്രികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മലയാളം വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. മഞ്ഞുപോലൊരു പെൺകുട്ടിയുടെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡിന് അമൃതയെ പരിഗണിച്ചിരുന്നു. മഞ്ഞുപോലൊരു പെൺകുട്ടിയുടെ റിലീസിനു ശേഷം കേരളത്തിലെ ആൺകുട്ടികളുടെ ക്രഷായിരുന്നു താനെന്ന് അറിയില്ലായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. അന്നത്തെ ആ പ്രേക്ഷകർ പലരും ഇപ്പോഴും കമന്റും മെസ്സേജും അയക്കാറുണ്ട്. ഞാനായിരുന്നു അവരുടെ ഫസ്റ്റ് ക്രഷ് എന്നൊക്കെ. ആ സമയത്ത് പ്രണയലേഖനങ്ങൾ ലഭിക്കുമായിരുന്നു, സമ്മാനങ്ങളും. ചിത്രത്തിലെ നായകരായിരുന്ന ജയകൃഷ്ണനുമായി ഇപ്പോഴും സൗഹൃദം തുടരുന്നുവെന്ന് അമൃത പറയുന്നു. താൻ വിവാഹിതയല്ലെന്നും നടി അഭിമുഖത്തിൽ പറഞ്ഞു. കേരളത്തിൽ നിന്നും വിവാഹം ചെയ്ത് ഇവിടെ സെറ്റിൽഡ് ആകാൻ ഇഷ്ടമാണെന്നും അമൃത കൂട്ടിച്ചേർക്കുന്നു.